പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. നിലമ്പൂർ നഗരസഭ ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ഉപകരണങ്ങൾ കാണാനില്ലെന്ന ഗുരുതര ആരോപണവുമായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ രംഗത്ത്. വനിതാ സംരംഭകർക്കായി 2012 UDF ഭരണകാലത്ത് വാങ്ങിയ ഉപകരണങ്ങളാണ് കാണാനില്ലെന്ന ആരോപണം വൈസ് ചെയർപേഴ്സൺ ഉന്നയിച്ചത്. പയ്യമ്പള്ളിയിലെ അടച്ചിട്ട മുറിയിൽ ഇത് കണ്ടെത്തിയതായും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു. 2012-13 വർഷത്തിൽ നിലമ്പൂർ നഗരസഭയിലെ വനിതാ ഘടക പദ്ധതിക്കായി വാങ്ങിയ സാധന സാമഗ്രികൾ കാണാതായത് തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ചപ്പാത്തി, പത്തിരി എന്നീ പലഹാരങ്ങൾ പരത്തുന്ന മെഷീൻ, വാഷിംഗ് മെഷീൻ, തയ്യൽ മെഷീനുകൾ, മാർക്കറ്റ്, ബയോഗ്യാസ് പ്ലാന്റ്, സ്കൂളിലെ ബയോഗ്യാസ് യൂണിറ്റ് എന്നിവയാണ് കാണാനില്ലെന്ന് പരാതിയിൽ പറയുന്നത്. നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച നടത്തിയ പരിശോധനയിൽ ഈ സാധനങ്ങൾ പയ്യമ്പള്ളിയിലെ മഹിളാ സമാജം കെട്ടിടത്തിൽ പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയതായും അവ തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഉപാധ്യക്ഷയുടെ കത്തിലെ ചുരുക്കം. നഗരസഭയുടെ നിഷ്ക്രിയ ആസ്തി അവലോകനത്തിലാണ് സാധനങ്ങൾ കാണുന്നില്ലെന്ന് അറിയുന്നത്. പാവപ്പെട്ട വനിതകൾക്ക് തൊഴിൽ നൽകാൻ 60 ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയതാണ് ഈ സാധനങ്ങൾ. ഇവ വനിതകൾക്ക് വിതരണം ചെയ്തതായി നഗരസഭയുടെ രേഖയിൽ ഇല്ലെന്നും അതിനാൽ ഇവ വാങ്ങിയതിലെ ഉത്തരവാദികളായ അന്നത്തെ നഗരസഭാധ്യക്ഷനും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും സംഭവത്തിന് ഉത്തരവാദികളാണെന്നും നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ വെളിപ്പെടുത്തി. നിലമ്പൂർ നഗരസഭയിലെ 2012-13 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഘടക പദ്ധതിയിൽ പെടുന്ന കുറച്ച് സാധന സാമഗ്രികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വിഷയം. നിലമ്പൂർ നഗരസഭയുടെ ആസ്തിയിൽ സൂക്ഷിക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണാനില്ല. ഇവിടെ അതായത് വനിതാ ഘടക പദ്ധതി പ്രകാരം പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ നിന്നും ഫണ്ട് ചെലവഴിച്ച് ചെയ്ത കാര്യങ്ങളാണ്. ഏകദേശം 60 ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി ചെലവഴിക്കുകയും ആ സാധനങ്ങൾ ആസ്തിയിൽ കാണാൻ ഇല്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എവിടെയാണ് എന്നുള്ളത് പോയി പരിശോധിച്ചപ്പോൾ പയ്യമ്പള്ളി കസ്തൂർബ മഹിളാ സമാജത്തിൽ ആ സാധനങ്ങൾ കാണുകയും അത് കൂട്ടിയിട്ട നിലയിൽ, അതായത് ഉപയോഗശൂന്യമായ നിലയിൽ കാണാൻ കഴിയുകയും ചെയ്തു. അത് അന്വേഷിക്കണം, അതിനുവേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. സെക്രട്ടറിക്ക് ഇന്ന് പരാതി കൊടുക്കും, വിജിലൻസിൽ പരാതി കൊടുക്കും. ഇത്തരം കാര്യങ്ങൾ അത് ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ തരാം. എത്ര ഫണ്ട്, അതായത് ചപ്പാത്തി പത്തിരി നിർമ്മാണ മിഷന് 7,75,000 രൂപ, വാഷിംഗ് മെഷീൻ 2 എണ്ണം അതിന് 4,50,000 രൂപ, തയ്യൽ മെഷീനുകൾ 47,500 രൂപ, പിന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഉപയോഗശൂന്യമായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും രേഖകൾ ഞാൻ കൃത്യമായിട്ട് തരാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 2012-13 ഉണ്ടായിരുന്ന ചെയർമാനും അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ കയ്യിൽ നിന്നും ഇത് ഈടാക്കിയിട്ട് അതിൻ്റെ പൈസ ഈടാക്കി അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. പാവപ്പെട്ട സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്ത ഈ ഒരു സാധനം അത് കെടുകാര്യസ്ഥതയാണ് കാട്ടിയിട്ടുള്ളത്. അന്നത്തെ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് എടുത്തു കാട്ടുന്നത്. A+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അയാട്ട തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും.
ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര.